എപ്പോഴും താങ്കൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് കൂടുതൽ സമയവും അല്ലേ? വട്ടിയൂർക്കാവ് തന്നെയാണോ ഇത്തവണ മത്സരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മത്സരിക്കാനുള്ളൊരു മൂഡില്ല. പക്ഷേ അതേ സമയത്ത് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നിൽക്കും. ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് കുറേ നാളായിട്ട് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ വടകര MP ആയിരുന്നപ്പോഴും എൻ്റെ വോട്ട്, എൻ്റെ അഡ്രസ്സ് എല്ലാം ട്രിവാൻഡ്രം. പക്ഷെ അന്നേരം ഈ തൃശ്ശൂരിൽ നിന്ന് മടങ്ങി വന്ന സമയത്തുണ്ടല്ലോ, തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം മടങ്ങി വന്ന സമയത്ത് ഞാനിനി വട്ടിയൂർക്കാവിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയാണ് എന്ന് താങ്കൾ അന്ന് അല്ലേ? അത് ഞാൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും അവിടെ തന്നെയുണ്ട്. പിന്നെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ കോർപ്പറേഷൻ്റെ മൊത്തം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തം നഗരത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നോക്കുന്നുണ്ട്, ഇപ്പോഴും നോക്കുന്നുണ്ട്. SIRയുടെ ജില്ലയിൽ ചുമതലയുണ്ട്. ജില്ലയിൽ ചുമതലയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നഗരവും ശ്രദ്ധിക്കും. കാരണം ഒരു ത്രികോണ മത്സരമാണല്ലോ നഗരത്തിൽ, അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ നഗരത്തിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ BJP ഏറ്റവും വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന 5 മണ്ഡലങ്ങളും ഈ ചുറ്റുവട്ടത്താണ്, തിരുവനന്തപുരത്താണ്. വട്ടിയൂർക്കാവ് അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ഈ വട്ടിയൂർക്കാവിൽ താങ്കൾ നിന്നാലേ UDFന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു തോന്നൽ പൊതുവെ ഉള്ളതാണല്ലോ. അതില്ലാന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? വേറെ ആര് താങ്കൾക്ക് പകരം? അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതൊക്കെ പാർട്ടി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അവലോകനം നടത്തിയിട്ടാണല്ലോ തീരുമാനം എടുക്കുക. സ്വാഭാവികമായിട്ട് എൻ്റെ അഭിപ്രായങ്ങളും ചോദിക്കും. അപ്പോൾ ആ നേരത്തെ ആലോചിക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല. പക്ഷേ വർക്ക് നന്നായിട്ട് പ്രത്യേകിച്ച് സിറ്റി കേന്ദ്രീകരിച്ച് നടത്തുന്നു. ഈ RSSനെ പിണക്കിയ ഒരാളായിപ്പോയി ഞാൻ എന്ന രീതിയിൽ താങ്കൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? തൃശ്ശൂർ ഇല്ല, ഞാൻ അങ്ങനെ പിണക്കാനല്ല. പാർട്ടിയുടെ ഒരു നയമെടുത്താൽ ആ നയത്തിൻ്റെ കൂടെ നിൽക്കണം. ഞാൻ അഭിപ്രായക്കാരനാണ്. പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്തവരുമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പോൾ നിയമത്ത് മത്സരിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ അതായത് 2016 മുതൽ 2021 വരെ നിയമസഭയ്ക്കകത്തും പുറത്തും ഉണ്ടായിരുന്ന ഒരു ആരോപണം, കോൺഗ്രസ് സഹായിച്ചതുകൊണ്ടാണ് BJP അക്കൗണ്ട് തുറന്നത് എന്നൊരു ഫീലിംഗ് മൊത്തത്തിലുണ്ടായി. ഇപ്പോൾ 2021 വന്നപ്പോൾ ഒന്നുകിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണം, രമേശ് മത്സരിക്കണം എന്നൊക്കെയുള്ളത് വന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാൻ. കാരണം ഞാനിപ്പോൾ MP ആണ്. ഞാൻ വെച്ചാൽ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ നിയമസഭയിൽ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. രണ്ടുപേരും സീനിയർ നേതാക്കന്മാരാണ്. അവർ നിയമസഭയിൽ പാർട്ടിയെ നയിക്കേണ്ടവരാണ്. അപ്പോൾ ഇവർ ഒരാൾ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നും തീരുമാനം ഉണ്ടാകുന്ന MP മത്സരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ എക്സംഷൻ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ വില്ലിങ് കാണുന്നു. ഞാനേതായാലും മത്സരിച്ചു. കോൺഗ്രസിൻ്റെ കുറേ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിച്ചു. അതാണൊരു 37,000 വരെ വോട്ട് കിട്ടി. 13,000-ൽ നിന്ന് 37,000 കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോയത് BJPയിലേക്കായിരുന്നു. ആ വോട്ടുകൾ കുറേ തിരിച്ചു വന്നു, മുഴുവൻ വന്നില്ല, കുറേ തിരിച്ചു വന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ BJP തോറ്റ് CPM ജയിച്ചു. അപ്പോൾ BJPയുടെ പല നേതാക്കന്മാരും ഞാനുമായിട്ട് സൗഹൃദത്തിലുള്ള ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് വിരോധം മറ്റൊന്നുമല്ല, നിങ്ങളെ ജയിക്കാനല്ല, നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ മത്സരിച്ചു. മാത്രമല്ല നിയമസഭയിൽ അംഗം അല്ലാതെ വന്നപ്പോൾ ഈ പല സർക്കാരിൻ്റെ സമിതികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കാർഷിക വികസന സമിതി, അതുപോലെ ജില്ലാ വികസന സമിതി, ഇതിലൊക്കെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ആശുപത്രി വികസന സമിതി, അങ്ങനെയുള്ള സമിതിയിൽ നിന്നൊക്കെ BJPക്കാർ ഔട്ടായി. അപ്പോൾ ആ ദേഷ്യം എല്ലാം കൂടെ ഇതൊക്കെ ഞാൻ കാരണമാണ്. ഞാൻ അങ്ങനെ സന്നദ്ധ പ്രകടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ജൂനിയർ സ്ഥാനാർത്ഥികൾ വരുമായിരുന്നു, ജയിക്കുമായിരുന്നു എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, പാർട്ടിയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു. മഞ്ജുഷ, യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഗ്ലാമർ മുഖമാണ് മുരളീധരൻ. എല്ലാ ജില്ലയിലും അദ്ദേഹത്തിന് അണികളുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ജയവിളിക്കാൻ ആളുകളുണ്ട്, അദ്ദേഹത്തിന് അനുയായികളുണ്ട്. പക്ഷേ ഒരു ഭാഗ്യം ഇല്ലായ്മ വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. നോക്കുക, മുരളീധരൻ യഥാർത്ഥത്തിൽ ഒരു സുരക്ഷിത മണ്ഡലത്തിന് വേണ്ടി കോൺഗ്രസിന് ഒരുപക്ഷെ സമീപകാലത്ത് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ഒരു സുരക്ഷിത മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം തിരച്ചിൽ തുടരുന്നു എന്ന ഒരു സങ്കീർണാവസ്ഥയുണ്ട്. അപ്പോൾ മുരളീധരൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷം മുരളീധരൻ എന്ത് താല്പര്യമോ അത് അംഗീകരിക്കാം, അതും ലീഗും അതിന് അനുകൂലമായി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കണം, അല്ലേ? ലീഗ് എതിരഭിപ്രായം പറയാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ ഗുരുവായൂരിൻ്റെ കാര്യം പറയുന്നുണ്ട് മുരളീധരൻ, ഞാൻ അവിടെ മത്സരിക്കാനില്ല, കാരണം അവിടെ ലീഗിന് തൃശ്ശൂർ ജില്ലയിലുള്ള ഏക സീറ്റാണത്. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പകരം ഒരു സീറ്റ് കൊടുക്കാനില്ല. ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്,
ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് തൃശൂർ DCC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ കെ മുരളീധരനെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് തൃശൂർ DCC. പക്ഷേ അത് തൃശൂർ ജില്ലയിലെ ലീഗ് നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ കെ മുരളീധരനാണ് മത്സരിക്കുന്നത് എന്ന് ഉറപ്പാണെങ്കിൽ ലീഗ് നേതൃത്വം ഇടപെട്ട് ആ സീറ്റ് വിട്ടുകൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കെ മുരളീധരനും ലീഗുമായിട്ടുള്ള ബന്ധം അത്ര സുദൃഢമാണ്. മറിച്ച് TN പ്രതാപനെ പോലെയുള്ള നേതാക്കൾക്ക് വേണ്ടിയാണോ എന്നുള്ള കാര്യം പോലും അതിൽ സംശയമുണ്ട്. ചിലപ്പോൾ പ്രതാപനെ ഗുരുവായൂരിൽ മത്സരിപ്പിക്കാനാണോ, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കെ മുരളീധരൻ പറയുന്നത് ഗുരുവായൂരിലേക്ക് ഞാൻ മത്സരിക്കാൻ ഇല്ല എന്നുള്ളതാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. തൃശൂർ ജില്ല തന്റെ ഭാഗ്യ ജില്ല അല്ല എന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട്. ആ ഭാഗ്യ ജില്ല അല്ലാതായിപ്പോയതിന് കാരണവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൂടെ നിന്ന് ചതിച്ചവരുടെ കാര്യമാണ്. അത് അദ്ദേഹം മറന്നിട്ടില്ല. അത് തൃശൂർ ലോക്സഭാ ഇലക്ഷന്റെ കൂടി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ്. അതുകൊണ്ട് ഗുരുവായൂരിൽ സാധ്യത കാണുന്നില്ല. പക്ഷേ തിരുവമ്പാടിയുടെ കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. തിരുവമ്പാടി വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനർത്ഥം ഒരു പക്ഷേ ഏറ്റവും ഒടുവിൽ തിരുവമ്പാടിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ലീഗ് അതിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയില്ല എന്നുള്ള കാര്യം മുരളീധരൻ അറിയാം. അങ്ങനെ ചിലപ്പോൾ തിരുവമ്പാടി ആയേക്കാം. പക്ഷേ മറ്റൊരു മണ്ഡലം കൂടിയുണ്ട്. എന്തായാലും വട്ടിയൂർക്കാവിലെ ആ പ്രശ്നം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഈ RSSന്റെ ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ ഒരു രാഷ്ട്രീയ ഫൈറ്റ് അല്ല നടക്കുന്നതെങ്കിൽ ഫലം മറിച്ചാവാം എന്നുള്ള ആ ഒരു ആശങ്കയാണ്. അതേസമയത്ത് തന്നെ അദ്ദേഹത്തിന് വട്ടിയൂർക്കാവ് വിട്ടുപോകുന്നതിലും ഒരു ബുദ്ധിമുട്ടുണ്ട്. അതും ശരിയായ കാര്യമാണ് കേട്ടോ. കാരണം കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം, വട്ടിയൂർക്കാവിലെ ജനങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം, ഇതെല്ലാം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മുരളീധരൻ. അത് മാത്രമല്ല അദ്ദേഹം സജീവമാണ് വട്ടിയൂർക്കാവിൽ. അടുത്ത മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രൽ എന്നുള്ളത് അതും പരിഗണനയിലുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കെ മുരളീധരന് താല്പര്യമുണ്ട് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാൻ. അത് വട്ടിയൂർക്കാവിൽ നിന്ന് അല്പം വിഭിന്നമാണ്. ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. കെ മുരളീധരന് സ്വാഭാവികമായും അവരുടെ പിന്തുണ കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ VS ശിവകുമാർ എന്ന മുൻ MLA അവിടെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു തടസ്സമായി നിൽക്കുന്നുണ്ട്. പിന്നെ NSSന് വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ. അപ്പോൾ ആ ഒരു ഘടകങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ അല്ലെങ്കിൽ തിരുവമ്പാടി ഈ രീതിയിലേക്ക് വരുവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, മുരളീധരൻ പറയുന്നുണ്ട് എനിക്ക് മത്സരിക്കാൻ മൂടില്ല, ഞാൻ ഇത്തവണ ഇല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിക്കോളാം, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിൽ, UDFനെ ജയിപ്പിക്കുന്നതിൽ ഞാൻ മുഖ്യ പങ്ക് വഹിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കെ മുരളീധരൻ എന്നുള്ള ഗ്ലാമർ മുഖം ഇത്തവണ എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകും. മാത്രമല്ല UDF ഒരു വലിയ വിജയത്തിലേക്ക് പോകുവാനുള്ള വിലയിരുത്തലുകൾ നടക്കുന്ന ഒരു സമയത്ത് കെ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിലും സംശയമില്ല. അത് കോൺഗ്രസിന് പോലും ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് മുരളീധരൻ മത്സരിക്കും. പക്ഷേ മണ്ഡലം ഏതാണ് എന്നുള്ള കാര്യത്തിലുള്ള അന്വേഷണം തുടരുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സൈത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ വലിയ ക്രൈസിസുകളും വെല്ലുവിളികളും നേരിട്ട് കടന്നു വന്ന ഒരു വ്യക്തി കൂടിയാണ്. നോക്കൂ, കോൺഗ്രസിന് പലപ്പോഴും അഭിമാന പോരാട്ടം, വെല്ലുവിളികൾ നിറഞ്ഞ രാഷ്ട്രീയ പോരാട്ടം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ വെല്ലുവിളി നടത്തിയ ആളാണ്. പക്ഷേ മുരളീധരന് പലപ്പോഴും പിന്നീട് ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷണം പരാജയപ്പെടുമ്പോൾ അതിന് സ്വയം വില കൊടുക്കേണ്ടി വരുന്ന വ്യക്തി കൂടിയായി കെ മുരളീധരൻ മാറിയിട്ടുണ്ട് എന്നതാണ് രാഷ്ട്രീയ ചിത്രം. മനുഷ്യർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സാധ്യത കോൺഗ്രസിന് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ആ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ഇല്ലാതെ എങ്ങനെ എന്ന ചോദ്യവും കോൺഗ്രസിനെ കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് മുരളീധരൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നത്തിനപ്പുറം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി മുരളിക്ക് വേണ്ടി അല്ലെങ്കിൽ UDF എന്ന രാഷ്ട്രീയ സംവിധാനം മുരളിക്ക് വേണ്ടി ഒരു സുരക്ഷിത മണ്ഡലം കണ്ടെത്തുക എന്ന ഒരു കൂട്ടായ യജ്ഞം അവർക്ക് മുന്നിൽ ഉണ്ടാകുന്നു എന്നതാണ്. അതാണ് പല സാധ്യതകളിലേക്കും പോകുന്നത്. എന്തായാലും ലീഗ് നേതൃത്വത്തെ ഒട്ടും പിണക്കാതെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നയമാണ്. അതാണ് മഞ്ജുഷ് ഗോപാലിനോട് ഇന്നലെ കെ മുരളീധരൻ പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ ആ നിലപാടിൻ്റെ ഒരു വ്യക്തത കൂടി അവിടെയുണ്ട്. മൂടില്ല എന്ന് പൊതുവിൽ പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതാണ് സാഹചര്യം. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് കെ മുരളീധരൻ്റെ രാഷ്ട്രീയ യാത്രകളാണ്. നാടകീയമായ മത്സരങ്ങളും തെരഞ്ഞെടുപ്പ് പോരുകൾ കൊണ്ടും ശ്രദ്ധേയമാണ് കെ മുരളീധരൻ്റെ ലൈഫ്. നമുക്ക് ആ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ചരിത്രത്തിനപ്പുറം കെ മുരളീധരൻ്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ എങ്ങനെയെന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവും കടക്കാത്ത ചില പരീക്ഷണങ്ങളും നീക്കങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് കെ മുരളീധരൻ എന്ന പ്രത്യേകതയുമുണ്ട്. എന്താണെന്ന് നോക്കാം. നോക്കൂ, മുരളിയുടെ നാടകീയ പോരാട്ടങ്ങൾ നോക്കുമ്പോൾ 2004 KPCCയുടെ പ്രസിഡന്റായിരിക്കുകയാണ് പാർട്ടി ധാരണ പ്രകാരം അദ്ദേഹം മന്ത്രിസഭാംഗമായി. അപ്പം മന്ത്രിസഭാംഗം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.